ഹായ് ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും സുഖമാണല്ലോ. എൻ്റെ കൂട്ടുകാരും മുമ്പേ ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടൊരു വിഭവമാണ്. ചീരയാണ്. ചീര വെച്ച് നമ്മൾ സാധാരണ തോരനൊക്കെയാണ് തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ ചീരയും മാങ്ങായും വെച്ച് നല്ലൊരു അടിപൊളി വിഭവമാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാ കുട്ടികളും കാണുമല്ലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വീട്ടിലോട്ട് പോവേ. ഞാൻ ഇവിടെ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് നല്ല ചുമന്ന ചീരയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ലപോലെ 2-3 വെള്ളത്തിൽ കഴുകണം. ചീരയിൽ മണ്ണ് കാണും. നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം. ചീരയെല്ലാം നമ്മൾ കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അവിയലിന് വേണ്ടി ഇതേ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. ഇല പ്രത്യേകം അരിഞ്ഞ് മാറ്റി വയ്ക്കാം. വലിയ തണ്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കീറിയെടുക്കണം. ഇങ്ങനെ കീറിയിടണം, വലിയ കട്ടി തണ്ടുണ്ടെങ്കിൽ. ഇതെല്ലാം കട്ടി പറഞ്ഞതുണ്ട്. ഇതേപോലെ അരിഞ്ഞാൽ മതി. തണ്ട് വേറെയും ഇല വേറെയായിട്ട് അരിഞ്ഞെടുക്കാം. ചീരയെല്ലാം അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇത് ഇലകളെല്ലാം മാത്രം പ്രത്യേകം അരിഞ്ഞിട്ടുണ്ട്. തീരെ നമ്മൾ തോരൻ അരിയുന്ന പോലെ പൊടിയായിട്ട് അരിയേണ്ട കാര്യമൊന്നുമില്ല. ഇത്തിരി വലുതായാലും കുഴപ്പമില്ല. അതുപോലെ തണ്ട് മാത്രം അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. വലിയ തണ്ടുകളൊക്കെ ഒന്ന് രണ്ടായിട്ട് കീറിയെടുക്കണം. പിന്നെ ഒരുപാട് മൂത്ത തണ്ടിൻ്റെയൊക്കെ തൊലി കളയണം. ഇതൊന്നും മൂത്ത തണ്ടല്ല, അതുകൊണ്ട് തന്നെ തൊലി കളയേണ്ട കാര്യം വന്നിട്ടില്ല. വലിയ തണ്ടെല്ലാം രണ്ടായിട്ട് കീറി, അല്ലാത്ത ചെറിയ തണ്ടെല്ലാം ഇതേപോലെ തന്നെ മുരിങ്ങയ്ക്ക് നമ്മൾ അരിഞ്ഞെടുത്തില്ലേ അതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം. ഒരു മാങ്ങായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെത്തിയെടുക്കാം തൊലി കളഞ്ഞ്. തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പുളി എടുക്കാം. പുളി അരിഞ്ഞെടുക്കണം. പുളി കൂടുതലുള്ള മാങ്ങ ആണെങ്കിൽ ഇത്തിരി നേരം ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ. ഒരുപാട് പുളിയുള്ള മാങ്ങ വേണ്ട. എന്നാലും സാമാന്യ വലിപ്പമുള്ളൊരു മാങ്ങ ഇടുന്നത് നല്ലതാണ്. ഇത്തിരി പുളി കളഞ്ഞെടുക്കണം. അതിന് നമുക്കിതൊന്ന് അരിഞ്ഞിരിച്ചിരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ പുളി അങ്ങ് പോകും. ഞാൻ ഇവിടെ കടായി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് തണ്ട് ഇട്ട് കൊടുക്കാം. ചീരത്തണ്ടിൻ്റെ കൂടെ തന്നെ പുളി കളഞ്ഞെടുത്ത് വെച്ചേക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും എരിവിനാവശ്യമായ ഒരു 3-4 പച്ചമുളകും ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ചെറിയ ജീരകം, നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ജീരകം. അതുപോലെ ഒരു ശകലം മുളക് പൊടി. ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അവിയലിന് അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കാം. ഒരു ശകലം വെള്ളം ഒഴിച്ചരയ്ക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളം വേണമെങ്കിൽ 1-2 സ്പൂൺ ഒഴിക്കാം. ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. മാങ്ങായും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, ചീരത്തണ്ടൊക്കെ. നമുക്കിതിൻ്റെ മുകളിലോട്ട് ചീര ഇല അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചീര അരിഞ്ഞതെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം.
ചീരയൊക്കെ വേവായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ടുണ്ട്. നമുക്കൊരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ശകലം മതി കേട്ടോ. നമ്മൾ പറ്റിയ അവിയലിൻ്റെ കൂട്ട് തന്നെ. അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചക്കറിവേപ്പിലാണ്. അതുപോലെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പ് കൂടി ഇടാം. ഒരു 1/4 സ്പൂണിൽ താഴെ ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഉപ്പ് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ശകലം ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചേക്കാം. ഉപ്പെല്ലായിടും ഒന്ന് പിടിക്കാൻ വേണ്ടി. അരപ്പിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറണം. അങ്ങനെ നമ്മുടെ ചീരയാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം ഒന്നും ഇട്ട് വേവിക്കരുത്. ഒരുപാട് നേരം വേവുന്നതനുസരിച്ച് ചീരയുടെ കളർ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഗുണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാകുമ്പോഴേ ചീര വേവുന്നതാണ്. ഇപ്പം എൻ്റെ ആ പച്ചപ്പൊക്കെ മാറി, അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഒന്നുമില്ല, പുറത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യവുമില്ല. ചീര എല്ലാ വീടുകളിലും കാണുന്നതാണ് ചീര. അതുപോലെ തന്നെ ചീര നമുക്ക് തോരൻ വെച്ച് സ്ഥിരം തോരൻ വെച്ച് കഴിച്ച് മടുത്തവർക്ക് വേണ്ടി നമുക്ക് അവിയൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചീര വെച്ച് നമുക്ക് എന്താ വെച്ചാൽ പരിപ്പ് കറി ഉണ്ടാക്കാം, സൂപ്പ് പോലെ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഞാൻ ഇതുപോലെ ചീര പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ ചീരത്തോരനും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ യൂസ്ഫുള്ളായ വീഡിയോ എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൊത്തത്തിലുള്ള വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ടുള്ളതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക് യു.